ഇതാട്ടോ എൻ്റെ രണ്ടാമത്തെ കൂട്, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കൂട്. ഇതിൽ പ്രാവ്, പാൻസിക്കോഴി, ടർക്കി, നാടൻ കോഴി എല്ലാം ഉണ്ട്. അപ്പം ഓരോ ബ്രീഡിനെ ഞാൻ സെപ്പറേറ്റാണ് തിരിച്ചിട്ടിരിക്കുന്നത്. ഇതൊരു ക്രോസ് ബ്രീഡാണ്, ബൂട്ടൊക്കെ ചെറിയ തോതിലുള്ളൂ. അപ്പോൾ ഇവനെ മേടിച്ചത് ഇവനെ ഉദ്ദേശിച്ചാട്ടോ. പൂവില്ല, താടിയില്ല, ബൂട്ടുണ്ട്, നല്ല സെറ്റപ്പാണ്. ഇത് സെപ്പറേറ്റിൻ്റെ മെയില്. ഇത് നമ്മുടെ ഗിനിപ്പിക്ക്. ഇത് ഒരു പ്രാവ്, അവനെ സെറ്റ് ചെയ്ത് അപ്പുറം വേറെ ഒരുത്തം നിൽക്കുന്നു. ഇതൊരു എലി കടിച്ച പ്രാവാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ സെറ്റായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ സെപ്പറേറ്റിൻ്റെ ഫീമെയിലാട്ടോ. പിന്നെ പറയാനാണെങ്കിൽ ഒരിക്കലും പറക്കാത്ത തൻ്റെ ഇണയ്ക്ക് കൂട്ടായിട്ട് തടവിലായി പോയ പറക്കുന്നൊരു ചെറുക്കന്, കമ്പത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ബൂട്ടുള്ളതും, അവൊക്കെ നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ അടുത്ത ഒരാൾ. പിന്നെ എല്ലാത്തിനെയും കൊല്ലും നമ്മുടെ ടർക്കിക്കുട്ടന്, പിന്നെ കരിങ്കോഴിക്കുട്ടൻ, പിന്നെ ടർക്കിയുടെ ആക്രമണത്തിൽ ഇണയെ നഷ്ടപ്പെട്ട ഒരു പെൺകിനി, പിന്നെ നമ്മളെ ഇറച്ചിക്കടയിൽ നിന്ന് എടുത്ത ഒരു ടർക്കിക്കുട്ടൻ. ഫീമെയിലാന്ന് ഓർത്തെടുത്താ 8 നിലയിൽ പാളിപ്പോയി കേട്ടോ. പിന്നെ ആരും അധികം കാണാത്ത എൻ്റെ ചെറുക്കൻ, ടർക്കിക്കുട്ടനെ പേടിച്ച് തടവിലായി പോയ നമ്മുടെ സെപ്പറേറ്റ് ചെക്കനാട്ടോ. ഇലക്ക അവനൊരുത്തൻ കേട്ടോ. തീറ്റയൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ തീറ്റ കൊടുക്കുന്ന എന്നെ വേണം തല്ലാൻ, സത്യം പറഞ്ഞ. പിന്നെ നമ്മുടെ മുത്തശ്ശിക്കോഴി. പിന്നെ ഇവൾക്ക് 8-9 വയസ്സുണ്ട് കേട്ടോ എൻ്റെ കിട്ടിയിട്ട്. അപ്പോൾ അതിലെത്ര വയസ്സൊന്നും നടത്തറിയത്തില്ല. പലരും കൈമാറി എനിക്കൊരു സമ്മാനമായിട്ട് കിട്ടിയതാണ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. പിന്നെ കോട്ടയത്തെടുത്ത് തന്നെ കാപ്പിരിക്കോഴികൾ. ഇപ്പം കൂവി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പെട ചെറുതുവാണ്. 9 മാസം എന്നൊക്കെ പറഞ്ഞത്. എത്ര ആയാലും കിടക്കട്ടെ പെട. പക്ഷേ ഒറിജിനൽ കാപ്പിരിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. രോമൊക്കെ പോയി കാണാൻ ഭയങ്കര വൃത്തികേടായിട്ട് വരും. ഇത് പൂവാനാണല്ലോ, പക്ഷെ കുഞ്ഞിനെ കാണാൻ നല്ല ഗ്ലാമറാണ്. ഒത്തിരി ഒരു ആഗ്രഹമായിരുന്നു ഒരു കാപ്പിരിക്കോഴിനെ മേടിക്കണം, നേക്കിടക്കിനും മേടിക്കണം. ഇനി തൊപ്പിക്കോഴിയുണ്ട് അപ്പുറത്തെ കൂട്ടിൽ. ഇനി ഒരു കുറുങ്ങാലി, നാടൻ ബ്രീഡ് എല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പൈസ ഉള്ളപ്പോൾ സമയം കാണത്തില്ല, സമയമുള്ളപ്പം പൈസ കാണത്തില്ല. എല്ലാം ഒത്തു വരുമ്പം നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തുമില്ല. അതാ കരച്ചിനെ കിട്ടുന്നല്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കുന്ന കാരണമായി. ഇതാട്ടാ കുഞ്ഞു ലോകം. അടിപൊളിയാണ്, സന്തോഷമാണ്. നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ എട്ടതിൽ പൊട്ടുന്നൊരു പ്രസ്ഥാനം കൂടിയാണ്. ഹോബിയായിട്ട് ഞാൻ ഹോബിയായിട്ടാണ് ചെയ്യുന്നത്. ഹോബിയായിട്ടല്ല, അതൊരു ബിസിനസ്സായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കൈത്തീറ്റ കൊടുക്കാതെ, പാക്കറ്റ് ഫീഡ് കൊടുക്കാതെ തീറ്റച്ചെലവ് നോക്കി വളർത്തുകയാണെങ്കിൽ നല്ലതാട്ടോ. ടർക്കിയുടെയൊക്കെ മീറ്റിന് ഏകദേശം 400 രൂപ 450 രൂപ നമ്മൾ മീറ്റായിട്ട് കൊടുക്കുമ്പോൾ. അല്ലാതെ കൊടുക്കുമ്പോൾ 200 രൂപ 250 രൂപയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവനേക്ക് ഒത്തിരി പേര് ചോദിച്ചതാ, എനിക്ക് കൊടുക്കാൻ മടിയായതുകൊണ്ടാണ്. എൻ്റെ കൂട്ടിൽ എത്രത്തിനെ കൊന്നേന്നറിയാം, എത്ര നഷ്ടം ഉണ്ടാക്കിയെന്നറിയാം. പക്ഷെ എന്നാൽ പോലും ചെറുക്കനെ കൊടുക്കാനൊരു മടി. അവൻ പുതിയൊരാളെ, അവൻ ആക്രമകാരികളെല്ലാം കൊന്നുകളയും. പിന്നെ ഈ കൂട്ടിൽ ഏകദേശം 2, 1, 3, 4, 5, 6 ചെറുക്കന്മാരുണ്ട്. നമ്മുടെ പാൻസിക്കോഴി തന്നെ ഒരു 3 വെറൈറ്റീസ് ഉണ്ട്. ഒരു നാടനുണ്ട്, കരിങ്കോഴിയുണ്ട്, ടർക്കി 2 ചെക്കന്മാർ. ശരി എന്നാ.